ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറിലെ സീരീസിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടത് സിക്കിൻ്റെയും സിഗ്ബാർ എക്സിയുടെയും ആർക്കിടെക്ചർ വരെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പോർഷനായിട്ട് എന്താണ് സോഫ്റ്റ്വെയർ എന്നും എന്താണ് ഹാർഡ്വെയർ എന്നും പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നോക്കി അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊക്കെയാണെന്നുള്ളത് വായിച്ചു വെക്കുക. യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. ഓക്കെ, സോ അതിൽ നമ്മൾ എന്തൊക്കെയാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിൻ്റെ എയിം എന്താണ്, ട്രാൻസ്ലേറ്റേഴ്സ് ഏതൊക്കെയാണ്, കമ്പൈലർ ഉണ്ട്, ഇൻ്റർപ്രിറ്റർ ഉണ്ട്, അസംബ്ലർ ഉണ്ട്. അപ്പോൾ അത് മൂന്നും വ്യക്തമായിട്ട് നോക്കി എന്താണെന്നുള്ളത് നോക്കി വെച്ചിരിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് നോക്കുക. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ലിങ്കറും അതേപോലെ തന്നെ ലോഡറും. ഓക്കെ, സോ ലിങ്കർ എന്താണെന്നും അതിൻ്റെ ടൈപ്സ്, ലിങ്കിങ് ലോഡർ, ലിങ്കേജ് എഡിറ്റർ, ഡൈനാമിക് ലിങ്കർ, ആ മൂന്ന് കാര്യങ്ങളും നോക്കി വയ്ക്കണം. ലോഡർ എന്താണെന്നുള്ളത് വായിച്ചു വെക്കുക. ദെൻ ഡീബഗർ എന്താണെന്നുള്ളതും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, പിന്നെ ഡിവൈസ് ഡ്രൈവർ എന്താണ്, മാക്രോ പ്രൊസസ്സർ എന്താണ്. നിങ്ങൾ ഓൾറെഡി സിയിൽ മാക്രോ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ വർക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും മാക്രോ പ്രൊസസ്സർ എന്താണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നോക്കി വയ്ക്കുക, അതും വായിച്ച് വെച്ചിരിക്കണം. അതൊക്കെ നമുക്ക് ഷോർട്ട് ക്വസ്റ്റിൽ ചോദിക്കാൻ പറ്റും. ടെക്സ്റ്റ് എഡിറ്റർ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹാഫ്, അതായത് സിംപ്ലിഫൈഡ് ഇൻസ്ട്രക്ഷണൽ കമ്പ്യൂട്ടർ വരെ ഉള്ള ഒരു പോർഷൻ വരെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെക്ഷനകത്തുള്ള എല്ലാ കാര്യങ്ങളും നോക്കി വയ്ക്കുക. അത് 3 മാർക്സിൻ്റെ ക്വസ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സെഷനാണ്. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 3 മാർക്സിൻ്റെ സെഷൻ നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ടാമത് വരുന്ന സമയത്ത് സിക്ക് ആർക്കിടെക്ചർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കിടെക്ചർ ആസ് എ ഹോൾ ചോദിക്കാം. അതിനെ നമ്മൾ ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ സിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. വാട്ട് ഈസ് സിക്ക്, സിംപ്ലിഫൈഡ് ഇൻസ്ട്രക്ഷണൽ കമ്പ്യൂട്ടർ എന്താണ്, അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ആർക്കിടെക്ചറിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെമ്മറി എങ്ങനെയാണ്, മെമ്മറി സ്പെസിഫിക്കേഷൻ എന്താണ്, വാട്ട് ആർ ദ രജിസ്റ്റേഴ്സ് ദാറ്റ് വി ആർ യൂസ്ഡ് ഹിയർ, വാട്ട് ആർ ദ ഡേറ്റ ഫോർമാറ്റ്സ് വി ക്യാൻ യൂസ്, പിന്നെ വാട്ട് ആർ ദ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് എന്തൊക്കെയാണുള്ളത് അതെല്ലാം നോക്കാം. അഡ്രസ്സിങ് മോഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണെന്ന് നോക്കാം. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്, ഹൗ ദിസ് ക്യാൻ ബി പെർഫോംഡ് ഇൻ എ സിക്ക്, അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ സിക്ക് ആർക്കിടെക്ചർ കംപ്ലീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സിക്കിൻ്റെ ഏതെങ്കിലും സെഗ്മെൻറ്റ്സ് മാത്രം എടുത്തിട്ട് അതിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് ഉറപ്പായിട്ടും സിക്ക് ഉണ്ട്, അത് നോക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സിഗ്ബാർ എക്സി. സിഗ്ബാർ എക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബേസ് മോഡലാണ് സിക്ക്. അപ്പോൾ അതിൽ കുറച്ചുകൂടി അഡീഷൻസ് കൊടുക്കുമ്പോഴേക്കും എന്ത് കിട്ടും, നമുക്ക് സിഗ്ബാർ എക്സി എന്നുള്ളൊരു ആർക്കിടെക്ചർ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൗ ദിസ് മെമ്മറി ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് വാട്ട് ആർ ദ രജിസ്റ്റേഴ്സ് ദാറ്റ് വി ആർ യൂസിങ് ഹിയർ. അപ്പോൾ നമ്മൾ അഡീഷണലായിട്ട്, അതായത് ആക്ച്വലി നമ്മൾ പറയുന്ന സമയത്ത് സിക്കിനകത്തുള്ള എല്ലാ രജിസ്റ്റേഴ്സും എവിടെയും വരുന്നുണ്ട്, സിഗ്ബാർ എക്സിയിലും വരുന്നുണ്ട്. അത് മസ്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന അഡീഷണൽ രജിസ്റ്റർ സെറ്റ്സ് എന്തൊക്കെയാണോ അതെല്ലാം കൂടെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുക. ദെൻ വാട്ട് ആർ ദ ഡേറ്റ ഫോർമാറ്റ്സ് ദാറ്റ് വി ആർ യൂസ് ദെയർ. അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് എന്തൊക്കെയാണുള്ളത്, ഓരോ ഫോർമാറ്റും, ഈ ഫോർമാറ്റ് 1, ഫോർമാറ്റ് 2, ഫോർമാറ്റ് 3 ഒക്കെ ഇല്ലേ, അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നോക്കുക. പിന്നെ അഡ്രസ്സിങ് മോഡ്സ് ആൻഡ് ഫ്ലാഗ് ബിറ്റ്സ് നമ്മൾ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തത്. ഓരോ അഡ്രസ്സിങ് മോഡിനും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലാഗ്സ് ഉണ്ട്. ഓരോ അഡ്രസ്സിങ് മോഡിലും ഏതൊക്കെ ഫ്ലാഗുകളാണ് സെറ്റ് ആവുന്നത്, ഏതൊക്കെയാണ് നോർമൽ ക്ലിയർഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു നോട്ടിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ അതിൽ തന്നെ ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യും ആ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കണം. ഇനി നമ്മൾ നോക്കുമ്പോഴേക്കും സിഗ്ബാർ എക്സിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് വായിച്ച് നോക്കുക. അപ്പോൾ അത് നമുക്കറിയാം ഓൾറെഡി ലോഡ്, സ്റ്റോർ, ലോഡ് ക്യാരക്ടർ, സ്റ്റോർ ക്യാരക്ടർ, പിന്നെ RES, റിസർവ് ബൈറ്റ്, റിസർവ് വേർഡ്, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കി വയ്ക്കുക. പിന്നെ ഹൗ ദിസ് ഡേറ്റ മൂവ്മെൻറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ സിഗ്ബാർ എക്സി, അത് ജസ്റ്റ് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് ചാൻസസ് ഉള്ളത് 2 ആർക്കിടെക്ചേഴ്സാണ് SA സെക്ഷനിൽ, സിക്കിൻ്റെ ആർക്കിടെക്ചറും സിഗ്ബാർ എക്സിയുടെ ആർക്കിടെക്ചറും. അപ്പോൾ 2 ആർക്കിടെക്ചറും പഠിക്കാതെ പോവുകയേ ചെയ്യരുത്. പഠിക്കാതെ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സബ്സെഷൻസ് ആയിട്ട് ചോദിക്കാം, ആർക്കിടെക്ചർ ആസ് എ ഹോൾ ചോദിക്കാം. എങ്ങനെയാണെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ഫുൾ ഓൺ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഇത് സെക്കൻഡ് സെഷനിൽ നമുക്ക് ആർക്കിടെക്ചർ ആസ് എ ഹോളോ അല്ലെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ടോ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ, എന്തായാലും ഈ 2 ആർക്കിടെക്ചറും ഏതെങ്കിലും ഒരു വേയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ.